പല ടോയ്കളും വെച്ചിട്ട് ബൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ച് വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്കും ക്രാഫ്റ്റേഴ്സിനും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ആരും ഒന്നും ഇത് പഠിച്ചിട്ടൊന്നും അല്ല ചെയ്യുന്നത്, ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്താണ് എല്ലാവരും ഇത് ചെയ്യാൻ നിൽക്കുന്നത്. എന്തെങ്കിലുമായിട്ടുള്ള ഏണിങ്സ് ഇതിൽ നിന്ന് നമുക്ക് മെച്ചപ്പെടുത്തി എടുക്കാൻ പറ്റും. നമ്മൾ ഇതിനകത്ത് മെറ്റീരിയൽസ് എടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒരു ടോയ് എടുത്തിട്ടുണ്ട് മിനോൺസിൻ്റെ, പിന്നെ സ്പോഞ്ചോ തെർമോക്കോളോ നമുക്ക് യൂസ് ചെയ്യാം, പിന്നെ 2 ബാംബൂ സ്റ്റിക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ബാംബൂ സ്റ്റിക്ക് ആ ടോയിലൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ആ സ്പോഞ്ചിലോ തെർമോക്കോളിലോ അത് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ബൊക്കെ ഷീറ്റാണ്, ഞാനിവിടെ ബ്ലാക്കും യെല്ലോയും ബ്ലൂവും ആണ് എടുക്കുന്നത്. അത് ഫസ്റ്റ് തന്നെ നമുക്ക് ഒന്ന് സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ട് നടുക്ക് ഭാഗത്ത് ഒട്ടിച്ച് കൊടുക്കാം. പിന്നെ യെല്ലോയും അതുപോലെ തന്നെ കട്ട് ചെയ്ത് ഞാനിപ്പോൾ ഫോൾഡ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്ത് അതിൽ നമ്മൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യണം. ചിലർ ചരടൊക്കെ കിട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അത് അത്രയും പെർഫെക്റ്റ് ആകത്തില്ല. അപ്പോൾ നമ്മൾ സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും. മിക്കപ്പോഴും പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിനക്ക് ഇതിൽ നിന്ന് എന്ത് ഏണിങ്സാണ് കിട്ടുന്നത്, എത്ര രൂപ കിട്ടും? ഞാനൊക്കെ ചെയ്തിട്ടൊന്നും ആകുന്നില്ല. നമ്മൾ എഫോർട്ട് എടുക്കുന്നതനുസരിച്ച് നമ്മൾ എത്രത്തോളം വർക്ക് അടിപൊളിയായിട്ട് ചെയ്യും അതനുസരിച്ചുള്ള പേയ്മെൻറ്റ് നമ്മൾ പറയുമ്പോൾ കസ്റ്റമേഴ്സ് എന്നാൽ ഓക്കെ അത് വാങ്ങിക്കാനുള്ളൊരു മൈൻഡ് കാണിക്കും. പുതിയതായിട്ട് ബിഗിനേഴ്സിനൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്, ഇത് എവിടെ നിന്നാണ് ഇതൊക്കെ മെറ്റീരിയൽസ് എവിടെ നിന്നാണ് വാങ്ങുന്നത്. നമുക്ക് ആലപ്പുഴയുള്ളവരാണെങ്കിൽ നമുക്ക് മുല്ലക്കയിൽ ചെന്നാലും ഒരുപാട് നമ്മുടെ കല്ലുപാലം ഇരുമ്പാലത്തിൻ്റെ അവിടെയൊക്കെ ഒരുപാട് ക്രാഫ്റ്റിൻ്റെ ഷോപ്സ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പിന്നെ നമ്മുടെ കരവരുന്നാണ് ഇതെല്ലാം സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാൻ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് വേറൊരു വർക്കിൽ വന്നപ്പോൾ അതിൻ്റെ ബാലൻസ് കിട്ടിയതാണ്. അപ്പോൾ എനിക്കതൊരു ഭംഗിയായിട്ട് തോന്നിയത്. അപ്പോൾ നമ്മളത് സെൻറ്റർ താഴത്ത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീട്ടിൽ പട്ടിയുള്ള കാരണം ഭയങ്കര കുറയാണ്. ഞാൻ റെക്കോർഡ് എടുക്കുമ്പോഴേ ഇത് കുറയ്ക്കുകയും ചെയ്തോളൂ. അങ്ങനെ ഫൈനലി ലാസ്റ്റ് താഴെയും കൂടെ ഒന്ന് 2 സൈഡിലും യെല്ലോയും ബ്ലൂവും കൂടെ വെക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ കളർ കോമ്പിനേഷൻ മാച്ചാണോന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഫൈനൽ ലുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പറയണേ. പിന്നെ എന്ത് കാര്യത്തിനായാലും എഫേർട്ട് എടുക്കുന്നതിൻ്റെ റിസൾട്ട് അതിപ്പോൾ 1 വർഷം അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടായാലും ചിലപ്പോൾ കിട്ടിയെന്ന് വരും. അതെല്ലാവരുടെയും ഭാഗ്യം പോലെ തന്നെ ഇരിക്കും. പക്ഷെ ചെയ്യാനുള്ള മൈൻഡ് നമ്മൾ എപ്പോഴും കാണിക്കണം. അപ്പോൾ ഇനി നമ്മുടെ ഫൈനലി റിബൺ കിട്ടുന്ന ചടങ്ങാണ്. ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ ബൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി താഴത്തെ ഭാഗം കൂടെ കറക്റ്റ് ചെയ്യണം. നമ്മൾ താഴത്തെ ഭാഗം ഒരേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബൊക്കെ റെഡി. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓണാക്കി ഇടണേ. ക്രാഫ്റ്റിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, DM ചെയ്താൽ മതി. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അക്കൂട്ടത്തിൽ ഷെയർ ചെയ്ത് തരാം. പുലർമഞ്ഞു പോലെ